നിങ്ങളായിരുന്നു ഇന്നലെ നേരത്തെ? അയ്യോ, നഴ്സർ എന്താ പറ്റിയേ? ഇവ കൂൾ ഡൗൺ, ഒന്നും പേടിക്കാനില്ല. അവന് ചെറിയൊരു പനി, അത്രേ ഉള്ളൂ. അതെ, എന്നെ ഒന്ന് റൂമിലാക്കി തരുമോ? അത് കഴിഞ്ഞ് നീ വന്നാണ് സംസാരിച്ചോ. എന്നെ ജസ്റ്റ് ഒന്ന് റൂമിലാക്കി തരാം, നീ ഒന്ന് കിടക്കണം. സോറി. നിന്റെ കാര്യം പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ക്രിസ്റ്റി വാ, ഇവനെ പിടിക്കാൻ നമുക്ക് ഇവനെ റൂമിലോട്ടാക്കാം. ഞാൻ എന്താ വരുന്നടാ, ഈ ഷൂസ് ഒന്ന് ഊരിട്ടിട്ട് വരാം. സാറിന് എന്താ പറ്റിയേ? തീരെ വയ്യല്ലോ. സാറിനെ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? പേടിക്കാനും മാത്രം ഒന്നുമില്ലടോ, ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരുന്ന വഴിയാ. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? റെസ്റ്റും അതോടൊപ്പം മെഡിസിനും കറക്റ്റായിട്ട് കഴിക്കാൻ പറഞ്ഞു. 2 days അവിടെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞതാ. അവൻ സമ്മതിച്ചില്ല, അവനോട് പറ്റൂല അത്രേ. പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് മേടിച്ചിങ്ങ് പോകുന്നു. പിന്നെ 1 week കൂടെ കാണും. ഈവനിങ് ഡോക്ടറോട് ചെക്ക് ചെയ്യാൻ വരും. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ സാറിന്? ഒരു കുഴപ്പമില്ല. പിന്നെ നീ വേണം അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ. ഇത് ദൈവം നിനക്കായി തന്നൊരു അവസരമാണ് അവൻ്റെ അടുത്ത് കൂടുതൽ എടുക്കാൻ വേണ്ടി. മാക്സിമം യൂട്ടിലൈസ് ചെയ്തണം. അവസാനം അവനെ നിന്നോട് ഇഷ്ടം ഉണ്ടാക്കണം, കേട്ടല്ലോ? ഞാൻ ശ്രമിക്കാം സാർ. സോറി ഏട്ടാ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ഈ മെഡിസിനും കറക്റ്റ് കൊടുക്കണേ. ഞാൻ കൊടുത്തോളാം. നോറ എവിടെ? ആൾ ഉറക്കണോ? ആണോ? ആളൊന്ന് ഉറങ്ങട്ടെ. ഇവ ഞങ്ങളെന്നെ ഇറങ്ങുവാണേ. പോയിട്ട് വാ. ഓക്കെ, ബൈ. വൈകിട്ട് കാണാം. അയ്യോ, സാറിന് നല്ല ചൂടുണ്ടല്ലോ. ഒരു തുണി നനച്ച് വെച്ച് നോക്കാം. സാർ വാതിറക്ക്, അതായത് കുടിക്ക്. ഇനി ഇറങ്ങിക്കാം. മെഡിസിനൊക്കെ കഴിച്ചില്ലേ? ഇനി എല്ലാം പെട്ടെന്ന് മാറും. ഇവ അവനിപ്പോ എങ്ങനെയുണ്ട്? ചൂട് അങ്ങോട്ട് മാറുന്നില്ല. പിന്നെ തുണി നനച്ചിട്ടിട്ടുണ്ട്. ഡോക്ടർ വന്നായിരുന്നോ? ഇല്ല, ഡോക്ടർ ഇന്ന് വരുന്നു പറഞ്ഞു. ഈവനും വരുമെന്നാ പറഞ്ഞേ. ഇന്നിനി ഹോസ്പിറ്റലിൽ വന്നിട്ട് നാളെ മുതൽ വരാനായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നേ. ആഹാ, ഇതാര്? നോറ ബേബിയോ? വാവാ, അങ്ങളുടെ അടുത്തേക്ക് വന്നേ. ഇവ കുഞ്ഞിനെ അധികം അതിൻ്റെ അടുത്ത് കൊണ്ടുപോകണ്ട. അതെ, ഒരിക്കലും ഞങ്ങൾ കുറെ അനുഭവിച്ചതാ. ഇനി ഇവിടെ അവസ്ഥയൊക്കെയാണ് ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? നോറയ്ക്ക് എന്താ പറ്റിയേ? അങ്ങനൊന്നുമില്ല. അല്ല, എന്തുകൊണ്ട് പറയട്ടോ? എന്താ എൻ്റെ മോൾക്ക് പറ്റിയേ? അത് പനി. അതെ, നോനെ പോലെ അവൾക്കും പനി പിടിച്ചിരുന്ന. അതൊക്കെ കഴിഞ്ഞില്ലേ, താനത് വിട്. ഇവ നീ ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല. അതെന്താ ടൈം ഇത്ര ലേറ്റ് ആയില്ലേ? എന്തോ കഴിക്കാൻ തോന്നിയില്ല. സാറ് വയ്യതിടക്കല്ലേ, അപ്പൊ ഞാൻ എങ്ങനെ കഴിക്കുക? എന്റെ ഇവ, അവന് വഴിയുന്ന പറ്റി താൻ പട്ടിണിക്കേണ്ട ഒരാവശ്യവുമില്ല. വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോ, ഞാൻ എടുത്തു തരാം. ഒന്നും പറയണ്ട, താൻ കഴിച്ചേ പറ്റൂ. എഴുന്നേറ്റോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ബോഡി ഫുള്ള് വേദനയാ. അത് പനിയുടെയാ. ഈ മെഡിസിൻ കഴിക്കുമ്പോൾ എല്ലാം മാറും. ഈ കഞ്ഞി കുടിക്ക്, എന്നിട്ട് നമുക്ക് മെഡിസിൻ കഴിക്കാം. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല, സാരത്തെ കഴിച്ചേ പറ്റൂ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? തന്നോടല്ലേ പറഞ്ഞ മരുന്നിലേക്ക് കഴിക്കാൻ? താൻ കൂടുതൽ നോക്കി തേപ്പിക്കല്ലേ. മര്യാദയ്ക്ക് ഇത് കഴിച്ചോ, ഇല്ല ഞാൻ പച്ചവെള്ളം പോലും തരില്ല. വാതർക്ക്. അങ്ങനെ വഴിക്കുക. അപ്പൊ മര്യാദയ്ക്ക് പറഞ്ഞ കേൾക്കാനൊക്കെ അറിയാം. ഈ മെഡിസിൻ കൂടെ കഴിക്കുക. അതെ, ആ മസിലങ്ങ് അഴിച്ചു വിട്ടേക്ക്. എല്ലാം കഴിഞ്ഞ്. ഇതിനായിരുന്നു ഇത്രയും നേരം ബലം പിടിച്ചിരുന്നത്. ഇത്രയും പ്രായമുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ കൊച്ചുപിള്ളേരെ പോലെ പെരുമാറാൻ? ഒരു കുഞ്ഞുണ്ട്, എന്നിട്ടോ ഇപ്പോഴും കുഞ്ഞുപിള്ളേരെ സ്വഭാവം കൊണ്ട് നടക്കുക. അതെ, എൻ്റെ അപ്പ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ വയ്യതിടക്കം ഞാൻ നോക്കൂല്ലോ, പറഞ്ഞേക്കാം. ഇനി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ടാപ്പറ്റൊക്കെ കഴിച്ചില്ലേ? കിടക്കാൻ നോക്ക്. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. എന്നിട്ട് നിനക്ക് എന്റെ പരീക്ഷയും കൂട്ടുപരീക്ഷയും ചേർത്തിട്ട്. അതെ, എന്താ? മോളെവിടെ? അവളെനിക്കൊന്ന് കാണണം. അവൾ ഉറക്കമ്മ. ആ ക്രൈബിലുണ്ട്. അതെ, ഞാൻ കാലത്തേക്ക് വരാമോ?
ആ നിങ്ങളായിരുന്നോ? കേറുവാടാ. അല്ല നിങ്ങൾ ഓഫീസിൽ പോയില്ലേ? ഇല്ല, എന്നും ഓഫീസിലൊക്കെ ലീവ് പോകുന്നേ. സോ ഇന്ന് ലീവ് എടുത്തു. ഡാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഫീൽ ബെറ്റർ? ആരോ വന്നിട്ടുണ്ട്, നിന്നോട് ഇരിക്കെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേണ്ട, ഞാൻ പോയിട്ട് വരാം. എൻ്റെ ഫോൺ താഴെ ഇരിപ്പുണ്ട്. അതാകുമ്പോൾ എനിക്ക് തിരിച്ചു വരുമ്പോൾ എടുത്തോണ്ട് വരാമല്ലോ. ആ, ഇതാര്? നില ഡോക്ടറോ? വരൂ. ഓക്കെ. അല്ല, നീ ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഇന്ന് ലീവ് എടുത്തു. അല്ല, നീ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണോ? അതേടാ, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴിയാ. അപ്പോൾ കാര്യം ഓൺലൈൻ നോക്കിയിട്ട് പോകാമെന്ന്. ഞാനെവിടെ? അവൻ റൂമിലുണ്ട്. വാ, ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ഹായ് നായർ. ഹായ്. ആഹാ, ഇന്നലെ നിന്ന് ബെറ്റർ ആയിട്ടുണ്ടല്ലോ. ചെറുതായിട്ടൊക്കെ, പൂർണ്ണമായിട്ടില്ല. അതൊക്കെ മെഡിസിൻ കഴിക്കുമ്പോൾ മാറും. അല്ല, തനിക്കെന്നാ ഫീവർ അവസാനിട്ട് വന്നത്? ഐ തിങ്ക് 1 year ആവുന്നു. അതാ നിനക്കിപ്പോൾ പനി വന്നപ്പോൾ ഇത്രയും ശാരീരിക ബുദ്ധിമുട്ട് തോന്നുന്നത്. ടെമ്പറേച്ചർ ഹൈയാ, അത് കുഴപ്പമില്ല, 2 ദിവസത്തേക്കുള്ളിൽ മാറും. പിന്നെ BP അത് കുറച്ച് കുറച്ചിട്ടുണ്ട്, അത് പനിയുടെ. ഡോക്ടർ, ഇതാ ചായ. അയ്യോ, എനിക്ക് ചായ വേണ്ടായിരുന്നു. വലിയ ജാട കാണിക്കാതെ എടുക്കണ്ടെന്നില്ല ഡോക്ടറെ. ആദ്യമായിട്ടില്ല ഇവിടെയൊക്കെ വരുന്നേ. ഒന്ന് തന്നില്ലെന്ന് മാത്രം പറയരുത്. ഓ, ഞാൻ സ്വീകരിച്ചു. താങ്ക് യു. ഇവ, ഇത് നീള, ഞങ്ങളുടെ +1 പഠിച്ചതാ. ആണോ? കണ്ടതിൽ വളരെ സന്തോഷം. ഇതാരാ ക്രിസ്റ്റി? നോവലിന്റെ വൈ. സെർവൻറ്റ്. ഞാനിവിടെ സെർവൻ്റെ വർക്ക് ചെയ്യാണ്. നോവൽസാനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇതിനിടയിൽ കെയർടേക്കറിനെ കണ്ടുപിടിച്ചോ? ഗുഡ്. സോ അറിയാലോ, മെഡിസിനും ഫുഡൊക്കെ കറക്റ്റ് ടൈമിൽ കൊടുക്കണം. ഓക്കെ ഓക്കെ ഡോക്ടർ, ഞാൻ എല്ലാം കറക്റ്റ് ചെയ്തോളാം. ഗൈസ്, ഞാൻ ഇന്ന് ഇറങ്ങാം. നാളെ കാണാം. ബൈ. നിങ്ങളിവിടെ ഇരിക്കുമല്ലേ? ഞാൻ എന്നാ കിച്ചണിലേക്ക് പോവാം. എന്തെങ്കിലും വേണ്ട പറഞ്ഞാൽ മതി. താനെന്നവിടെ നിന്നേ. എന്താ ചേട്ടാ? നീ എന്തിനാ നിന്നോട് കള്ളം പറഞ്ഞേ? അതെ, ഞാനിത് ചോദിക്കാൻ വരുമായിരുന്നു. നീ എന്തിനാ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അത് എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത്. ആന്നും പറഞ്ഞ് സെർവൻ്റ് ആണെന്നാണോ പറയണ്ടേ? അവള് പറഞ്ഞില്ല എന്താ തെറ്റ്? അവളുടെ സൈഡൊക്കെ തന്നെയാ. ഡാ, നീ എന്താ ഈ പറയുന്നേ? നിനക്ക് വല്ല ബോധമുണ്ടോ? യെസ്, ഐ നോ വാട്ട് ഐ സെഡ്. She is not a servant. Your wife. Your fucking wife, Noel. Also mother of his child. സോ വർഷമായിട്ടു അവളെ അടുത്ത് തല വെക്കണം ഞാൻ. ഇവിടെ എങ്ങനെയാണ് ജീവിതത്തിൽ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കിച്ചണിലേക്ക് പോകുക. അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. എന്താണ് നോൽ ഇങ്ങനെ? അവളെന്റെ ഭാര്യയല്ലേ? അതും വേണ്ട, നിന്റെ കുഞ്ഞിന്റെ അമ്മയാണെന്നല്ലോ ഓർത്തിട്ട് നിനക്ക് അവളെ അംഗീകരിച്ചൂടെ? അവൾ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത്? നിന്റെ കൂടെ കിടന്ന് നിനക്ക് വഴങ്ങി തന്നതോ? അതോ നിന്റെ കുഞ്ഞിനെ നിന്റെ അനുഭവത്തിൽ പ്രസവിച്ചതോ? നീ കൂടെ സമ്മതിച്ചിട്ടല്ലേ ഇതെല്ലാം നടന്നത്? ഇതിൽ എന്ത് തെറ്റാ അവിടെ ഉള്ളത്? ഒരു പെണ്ണ് മാത്രം വിചാരിച്ചില്ലേ അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടാവില്ല? എന്താടാ, നിന്റെ നാക്കിറങ്ങിപ്പോയോ? നിനക്കൊന്നും പറയാനില്ലേ? നിനക്കൊരു കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തിനാ നിനക്ക് അവളെ അംഗീകരിച്ചടാ? ഓക്കെ, നീ ഇതൊരു തെറ്റായി കാണുന്നെങ്കിൽ ഒരിക്കൽ പോലും നീ അതിനെ അംഗീകരിച്ചിട്ടില്ലേ? സ്നേഹിച്ചിട്ടില്ലേ? വഞ്ചിച്ചിട്ടില്ലേ? നിനക്ക് നിന്റെ ഹൃദയത്തിൽ തൊട്ട് പറയാമോ നീ ആ തെറ്റിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന്? ഇല്ല, നിനക്ക് ഒരിക്കലും കഴിയില്ല. കാരണം നീ ആ തെറ്റിനെ നിന്നേക്കാൾ ഉപരി സ്നേഹിക്കുന്നുണ്ട്. എടാ, നിനക്കറിയോ, ഇന്നലെ കണ്ട് അവൾ പോളെ കണ്ണടച്ചിട്ടില്ല നിനക്ക് വേണ്ടി. നീ കാരണം അവൾ കഴിക്കാതെ വരെ ഇരുന്നു. ഞങ്ങൾ നിർബന്ധിച്ചിട്ടാ അവളെ കഴിക്കാൻ പോലും വന്നത്. അവളിതിനെ കണ്ണിൽ കൃഷ്ണമണി പോലെയാ നോക്കിയത്. നീ എന്തൊക്കെ ചീത്ത അവളെ പറഞ്ഞിട്ടുണ്ട്, അതുപോലും വക വെക്കാതെയാ അവളിതിനെ നോക്കിയത്. അതിന്റെ ഉള്ളൊരു ഇതിലല്ലോ നിനക്ക്. ഇവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ മനസ്സിലാകണമെങ്കിലേ ഇതൊരു മനുഷ്യനായിരിക്കണം. മൃഗങ്ങൾക്ക് പോലും സ്വന്തം ഇണയോടെ സ്നേഹമുണ്ട്, അതുപോലെ ഇവനില്ല. ഇനി ഞാൻ ഇവിടെ നിന്നാലേ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ പോകുക. ഇവൻ എന്നോട് ചെയ്ത് തെറ്റാണെന്ന് നീ എപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തിനാണ് തീരുമാനിക്കാം. ഞങ്ങളൊന്നും പറയാൻ വരില്ല. അതല്ല, നീ ആ തെറ്റിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നീ അവളെ മനസ്സിലാക്കണം. ഒരു പാപം വേണ്ട. നീ ആലോചിക്കുക എന്ത് വേണമെന്ന്. ഞാനും പോകുക. അവളോട് ചെയ്തത് തെറ്റാണോ? അപ്പോ ഞാനും കൂടെ ചേർന്നിട്ടില്ലേ ഇതെല്ലാം? ഇല്ല, എന്റെ മോള് അവൾക്ക് ഒരിക്കലും തെറ്റല്ല. അവളെന്റെ ജീവനാണ്. അല്ല, എന്റെ മോളിൽ തെറ്റല്ല. അപ്പൊ ഇവ അവളെന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളെന്റെ ജീവൻ എനിക്ക് തിരിച്ചത്. അപ്പൊ ഞാൻ
സോറി ഇവ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. I'm really sorry. ഞാൻ സാറിന് ശല്യമാണോ? ഞാൻ കാരണമല്ലേ ഇതെല്ലാം കേൾക്കേണ്ടി വന്നേ? ഇല്ല, ഇനിയത് പാടില്ല. ഞാൻ കാരണം സാർ എണീക്കാൻ പാടില്ല, ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഞാൻ ഇവിടെ കിടന്നില്ലേ ഇവ? ഇവ എന്താ സാർ? തീരെ വയ്യേ? ഞാനൊരു വിളിക്കണോ? ഏയ്, താൻ പാനിക്കാതെ സമാധാനപ്പെട്. സാറിന് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, താൻ കിടക്കുന്നില്ലേ? ഇങ്ങനെ ഇരുന്നാലേ രാവിലെ ആകുമ്പോ നല്ല വേദന ഉണ്ടാകും. ആ, ഞാൻ പോവാ. സാറിന് ചൂട് കുറഞ്ഞിട്ട് നോക്കിയിരുന്നു പോയതാ, അങ്ങനെ ഉറങ്ങിപ്പോയി. എനിക്കൊരു കുഴപ്പമില്ല, താൻ ചെന്ന് കിടക്കാൻ നോക്കൂ. സോറി സാർ, അറിയാതെ വീണ് പോയതാ. ഇറ്റ്സ് ഓക്കേ, നീ ചെന്ന് കിടക്കാൻ നോക്ക്.